ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇവനെ ചിരിപ്പിക്കുക, എന്നെയും അവനെയും ചിരിപ്പിക്കുക ഗൈസ്. അപ്പം ഈ ഇന്നത്തെ ചാലഞ്ചാണ് ഗൈസ്, ലാഫിങ് ചാലഞ്ച്. അപ്പം ചിരിക്കുകയും ലാഫിങ് ഒന്നാ കേട്ടോ, ഇംഗ്ലീഷിന് പറഞ്ഞേ. ഭയങ്കര സായിപ്പ് കേട്ടോ, ഭയങ്കര സായിപ്പ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ അവൻ ബബ്ബ അടി അല്ലേ മോനെ, ബബ്ബ. ഇപ്പൊ നമ്മള് ഇപ്പൊ വലിച്ചു കിട്ടുന്നില്ല. അപ്പം ചാലഞ്ചിലോട്ട് പോവാം. ഇപ്പൊ ഈ ചാലഞ്ച് തോക്കുവാണെങ്കിൽ ചിരിക്കുവാണെങ്കിലുള്ള അവസ്ഥ, ചിരിക്കുമല്ല കൈസ്, പല്ല് കാണിക്കുക. നമ്മള് പല്ല് കാണിക്കത്തില്ല, അതാണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പല്ല് ഇതാണ് ഈ പല്ലിന്റെ ഇച്ചിരി വെള്ളം കണ്ടാൽ മതി. അപ്പോൾ ഇതില് മെയിൻ ആയിട്ട് സംഭവം നാരങ്ങ, പച്ച നാരങ്ങയാണോ, ഭയങ്കര പുളി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നോക്കി, ടെസ്റ്റ് അടിച്ച് നോക്കി പുളി ഉണ്ടോന്ന്, ഒരു രക്ഷയില്ല. അതിനായിട്ട് ഒരു ഇത്ര ഉള്ള ഒരു നാരങ്ങ മുറിക്കാൻ എടുത്തോണ്ട് വന്ന കത്തി കാണണം. അതെന്റെ ഉമ്മ എടുത്തു തന്നു. ഇത് ഇറച്ചി കിട്ടുന്ന കത്തി എന്തുവാണോ. അപ്പൊ നമ്മളെ ചാലഞ്ചിലോട്ട് കിടക്കാം. ഇപ്പൊ ചാലഞ്ചിലോട്ട് കിടക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് വെച്ച് മുഖം കണ്ടാ എനിക്ക് ജീവി. അതാണ് എനിക്ക് ഓക്കെ ഓക്കെ. ടച്ച് ചെയ്യാൻ പാടില്ല, വേറെ റൂൾസ് ആണ്. ടച്ച് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ പരിപാടി. ഇല്ല ഗൈസ്, ഇവൻ ചിരിക്കുന്നില്ല. അപ്പൊ ഗെയിം ഇപ്പൊ സ്റ്റോപ്പ് ആക്കുക ഗൈസ്. ഇപ്പൊ അവൻ ചിരിച്ചില്ല. ഇനി അടുത്ത എന്നെ എന്ന് പറഞ്ഞ ട്രിക്ക് റോള്. ചാലഞ്ച് തീരുവാണെങ്കിൽ ഞാൻ ഈ കത്തി ഉണ്ടോ ഇങ്ങനെ അടിക്കും. ഓക്കെ. അപ്പം നാരങ്ങയിലെ നമ്മൾ ഐശ്വര്യമായിട്ട് നാരങ്ങ ഇങ്ങനെ എഴുതുക. ഇച്ചിരി പിരിയുമ്പോ അതിന് വെള്ളം തുളുമ്പും. ഒഴിച്ചിട്ട് പിന്നെ ചവച്ചാ പോലെ ചവക്കണ്ട, വേണ്ട. അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അനിയനില്ലേ. ഇങ്ങോട്ടേക്ക് കഴിഞ്ഞില്ല. എന്തോ ഇച്ചിരി കടിക്ക് കളിക്കാം. അയ്യോ അയ്യോ, ഇത് എനിക്ക് ഈ നാരങ്ങ ഇവന്, ഈ നാരങ്ങ എനിക്കാ. മധുരമാണോ പുളിയാണോ മനസ്സിലാവുന്നത്? പുളി. അതല്ല എന്റെ പോകാൻ വന്ന് പല്ലിട്ട് കടിച്ച് കടകത്തോട് കേറി പോയി പുളി. അടുത്ത ഞാൻ സെക്കൻഡ് പാർട്ടോ. അടുത്ത ഞാൻ, എനിക്ക് വേണം. സെക്കൻഡ് റൗണ്ട് ഒന്നും ആയില്ല, ടോട്ടൽ 3 റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് തീർന്നില്ല, അടുത്ത എന്നോട് വേണ്ടേ. അപ്പൊ നാരങ്ങ ഗെയിം സ്റ്റാർട്ട്. നമ്മളിന്ന് ചിരിപ്പിക്കുന്ന പരിപാടി. മുഖമുണ്ടോ, പുരുഷമുള്ള പുരയുണ്ടോ, ആടെ കേറിയിരിക്കാത്ത പോകുന്നു. എന്തൊരു മുഖാടെ. ചിരിക്കുന്നത് കളർ ചിരിക്കരുത്. ചിരിക്കല്ലേ കള്ള, കള്ള ചിരിക്കല്ലേ, ചിരിക്കല്ലേ, ചിരി ചിരിച്ചില്ലെങ്കിണ്ടല്ലേ നോക്ക്. അവിടെ പല്ലിരിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ പല്ല് കണ്ട്. ആ ഞാൻ ആക്കി തരാം. ഒറ്റ കളി കളിച്ച മനസ്സിലായ
ഓ കടിക്കുന്ന ഒന്നുമില്ല കള്ളൻ. ഇതൊക്കെ ചവയ്ക്ക് വെച്ചൊക്കെ ഫുള്ള് അടിക്കാതെ. ഇതൊക്കെ ഫുള്ള് അടിക്കും. അവിടെ വെക്കുന്ന കണ്ടിട്ട് ചവയ്ക്ക് വെച്ചുക. ഇനി അടുത്ത ഇത് മൊത്തം എടുത്ത് ഞാൻ വായിടുവേ. പകുതി മതി, ഒരു നാരങ്ങല്ലേ ഉള്ളൂ. സെക്കൻഡ് റൗണ്ടിലോട്ട് കിടക്കാം. സെക്കൻഡ് റൗണ്ടിലോട്ട് നമുക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിൽ എന്നെ തിരിപ്പിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവനെ ചിരിപ്പിക്കുക അല്ലേ? ജയിക്കണ്ട, നീ പോ. ലച്ചു, നീ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചൊന്ന് താരോട്ട് ഇടും. എനിക്ക് വയ്യ, എന്നിട്ട് പോകും. കൊതുവിനടിക്കും കളിക്കുമല്ലേ? അല്ല, ഞാൻ എങ്ങനെ ചിരിപ്പിക്കണ ഇവനെ? ചിരി 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 ചിരി. കഴിഞ്ഞ കളി അടിച്ചില്ല. അടിച്ചു കഴിഞ്ഞ എനിക്ക് നാശം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നല്ല മധുരമുണ്ട്. ഇതിന്റെ മധുരത്തിന് വേണ്ടില്ല, പക്ഷെ ഇതിന് തൊലിക്കാം. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ റൗണ്ട് ഇത് മൊത്തത്തിൽ കഴിക്കേണ്ട വരുന്നുണ്ട്. അതിലാക്കി ചിരിച്ചാലേ. ഓക്കെ, അടുത്ത സെക്കൻഡ് റൗണ്ടിലോട്ട് എൻ്റെ ഇതിലോട്ട് കടക്കുവാണ്. എന്തോ ചിരിച്ച കണക്ക് എനിക്ക് തോന്നുന്നു. എന്തോ ചിരിച്ചെന്ന് അതവിടെ കാര്യം. എന്തോ ചിരിച്ച കള്ള ചിരി വരുന്നുണ്ട്. കള്ളാന് ചിരി വരുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല ചിരിപ്പിക്കാൻ. ഉമ്മമ്മായി കണ്ണു തേച്ചാറ്റേ പിഞ്ഞു ഞാൻ പാട്ട് കളിക്കുന്നു. എനിമി ക്യാരറ്റ് ഇങ്ങനെ കള്ളത്തരം കാണിക്കരുത്. കുനിഞ്ഞടന്നിട്ട് സംസാരിക്കുന്നു. ഓക്കെ, ആക്കി പല്ലാണ്. നേരത്തെ ലെറ്റർ സമയത്താണെങ്കിൽ ഇവിടെ ഫൗള് കാണിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല തോന്നുന്നു. പറ്റത്തില്ല ഗൈസ്, പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഒരു നാരങ്ങ, ഈ പച്ച നാരങ്ങ ഫുള്ള് വെച്ച് കൊണ്ട് തിരിക്കും. അല്ല, അത് കായം പോകാനുണ്ട്. കാണിക്കട്ടെ. അങ്ങനെ കളി സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. എന്തോ നീ പറയാൻ വന്നേ? ഞാൻ എന്റെ കാര്യം വേണ്ട. എന്തോടാ അത്? നീക്ക് എന്റെ കണ്ണുണ്ട മനസ്സിലാവൂല. ഇവര് പൊട്ടനാണ്. ഇപ്പം പൊട്ടനാ.
ജന്മനാ പൊട്ടൻ. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പം അടുത്ത റൗണ്ടില്ലേ ഞാൻ തന്നെ നാരങ്ങ തിന്നാൻ പോവാ. ഇതിലേതാ നിന്റെ? ഇതല്ലേ നിന്റെ? ഇവൻ തന്നെ അല്ല നാരങ്ങി, നമ്മള് കുത്തിക്കോ. ആ കരി. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, നല്ല അതിന്റെ ഫുഡായിരുന്നു. അടുത്ത വീട് ഞാനെങ്ങനെ ചവയ്ക്കാനാ? അവിടെ വെക്കടാ അവിടെ. ആ മൂന്നാമത്തെ റൗണ്ടിലോട്ട് കിടക്കാം. മൂന്നാം റൗണ്ടിൽ മൊത്തം തിന്നു നോക്കണം. ആ മൂന്നാമത്തെ റൗണ്ടിൽ മൊത്തത്തില്ല. ഞാൻ തിന്നു നോക്കും. ഫസ്റ്റ് സച്ചുവിനോട്, ഫസ്റ്റ് ഉച്ചക്ക് എപ്പോഴും നേരിപ്പിക്കും. ഞാൻ ചിരിച്ചു കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇത് മൊത്തം തിന്നണം. സ്റ്റാർട്ടാണ്. നീ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പല്ലാണെങ്കിൽ, ഇവന് ധൈര്യം ഉണ്ടെങ്കിൽ ഇവൻ പല്ലാണെങ്കിൽ അപ്പുറത്തെ പട്ടികളൊന്നും കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇന്നൊരു പൂച്ച അല്ല ഒരു പട്ടിയെ മേടിച്ചിട്ടുണ്ട്. അതാണ് പട്ടി. അപ്പൊ ഗൈസ് ഓക്കെ. അയ്യോ എൻ്റെ അനിയന് സംസാരിക്കാൻ പറ്റത്തില്ലേ? അയ്യോ നാട്ടുകാരെ ഓടിയാണ്, എൻ്റെ അനിയന് സംസാരിക്കാൻ പറ്റത്തില്ലേ? ആ എന്നാ പറ കല്യാണി. ഓക്കെ അപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഈ കത്തിക്കകത്ത് ചോര എങ്ങനെ ഒഴുകിച്ചിട്ട്. ഓക്കെ ഗൈസ്, വെള്ളമാക്കി ഇവിടെ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ പുളി കഴിയുമ്പോ കുടിക്കാൻ. അപ്പൊ അതിനൊപ്പം നാരങ്ങ ഉണ്ടാവും. വേണോ ചക്ക? ആ നീ വല്ല അടിച്ച് തുണി കഴിയാ മൊത്തം ചവച്ചടിച്ച് നീ തിന്നിറക്കണം. തൊലി ആക്കാൻ പറ്റത്തില്ല. തൊലി ഇറക്കണം. തുലി ഇറക്കുന്നതിന് കുഴപ്പമില്ല. അരിയാണ് വലിയ ഇറക്കണം. നീ അത് മൊത്തം വടിക്കണം. കാണിച്ചില്ലെങ്കിലോ കണ്ണി നല്ല ഇരിക്കുന്നു. വേണ്ട എവിടെ പിച്ചാത്തി റെഡിയാ. കത്തി റെഡി. ഞാൻ തൊലിച്ച രണ്ട് നാരങ്ങളും കിട്ടും. ഇവിടെ ഇനി പടത്തിന് ജോഫറിന് ആവശ്യം ഉണ്ടെങ്കിലും പിന്നെ കോമാളിക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇവനെ ഞാൻ തരുവാണ് കേട്ടോ. വെറും 10,000 രൂപയാണ് വില വരുന്നത്. ഫസ്റ്റ് പ്രൈസ്. എന്തുവാണോ ഇവൻ? രുചിയുണ്ടോ? നല്ല പുളിയുണ്ട്. മതി. അത് ഞാൻ കഴുകിയില്ലായിരുന്നു കേട്ടോ. നാരങ്ങ ഞാൻ കഴുകിയ. വെള്ളം വേണമെങ്കിൽ എന്നാ കുടിച്ചോ. അവിടെ മാറ്റി വെക്ക്. യക്ക്. അപ്പൊ സച്ചു ഇപ്പൊ പോയിക്കുന്ന വന്നു. വാ ഇവൻ വനിയ ഗൈസ്. അതിനിടയ്ക്ക് പണി കൊടുത്താൽ നമുക്ക് ഷോപ്പെന്നിൻ്റെ വേണ്ട, നേരത്തെ കൊടുത്തത് അവനെ അറിയാവേ. ഒരു കാര്യമില്ല ഗൈസ്. ഇപ്പം ഇവിടെ എനിക്ക് ആദ്യമേ മുന്തിരിങ്ങ കൊണ്ട് തന്നിട്ട് പറയാം. എന്നിട്ട് തരാൻ വേണ്ടി ഞാൻ കഴിഞ്ഞിരി. വേണ്ട, വീഡിയോ ഇട് ആളുകൾ കാണട്ടെ ഞാൻ ഈ കാക്ക് തരുന്നു. കള്ളൻ അതാ ചിരിക്കുന്നുണ്ടവൻ. പുളിയാണ് അവനെ എടുത്താൽ സ്നേഹമുള്ളവനെ എടുത്ത് കൊടുത്തെന്ന് വീഡിയോ ഞാൻ ഇങ്ങനെ ചോദിച്ച് ഇവിടം വരെ എത്തിയപ്പോ വേണ്ട വീഡിയോ ഇട്. ഇങ്ങനെയും നിങ്ങളെ വീട്ടിൽ അനിയന്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. കമന്റ് നൗ. കഴിച്ചൊക്കെ മതി. ഇനി എന്നെ ചിരിപ്പിക്കും. ഞാൻ പിടിക്കെടുത്തപ്പോ എനിക്ക് ഞാൻ അപ്പൊ തന്നെ കാണിക്കാവ്. ഇങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. കേശകരിയും കൂടെ ഒന്ന് കാണട്ടെ. ചിരിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു.
അവിടെ ഒന്ന് നോക്കാവോ? നോക്കിട്ടൊന്നും പറയാനില്ല. നോക്കിയിട്ടൊന്നും അല്ല, നോക്കിയിരുന്ന് അല്ല ഗൈസ്, ഇതൊന്നും പറയാനായിരുന്നു. ഒന്നും കൂടെ ഒന്നുകൂടെ പറ്റില്ല. ഇത് മൊത്തം തിന്നേ പറ്റൂ. ഇതൊക്കെ എന്തെന്ന് ഇതൊക്കെ എന്ത് ചവച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. സച്ചു എനിക്ക് വീടുന്നു. അയ്യണ്ട, നീ പേന നീ എടുത്തോണ്ട് അവിടെ പേന എടുക്കും. കഴിക്കട്ടെ ഗൈസ്, കഴിക്കുകയാണേ. അടിയണ്ട. ഒന്ന് അടങ്ങും ഗൈസ്, ഇവിടെ ഇരിക്കുവാണേ. ഇവിടുന്ന് കണ്ടുപിടിച്ചോ? പിന്നെ ഇവിടെ നോക്കുമ്പോ ഇവിടെ കാണാതിരിക്കുക. കടിക്ക് കടിക്ക്. ഓക്കെ, ചവച്ചോ. പെട്ടി അങ്ങ് എടുത്തോ എന്റെ അടുത്ത്. തിന്നല്ല ഗൈസ്, ഇത് നോക്ക്, ഇത് അത് നോക്കണം. തൊലി കടിച്ചാ പോയിട്ടിട്ട് പിന്നെ നെക്കി അവിടെ മൊത്തം ഇതാണ് മണിയായിക്ക്. ഗൈസ്, ഇതുണ്ടോ എത്താ നിന്ന് ഇനിങ്ങളുണ്ടെന്ന് നോക്കാം. നല്ല രസമായ ഗൈസ് ഈ നാരങ്ങ. ഒരു കാര്യം കടിച്ചാ കൊള്ളാം. നാളെ അളവിൽ കടക്കാതിരിക്കാൻ മതി. ഇവന് ഏരിയന്റെ കുഞ്ഞങ്ങണ്ട ഇതുകൊണ്ട് തിന്നണം ഗൈസ്. തിന്നോ കൊള്ളാം. തിന്നോ. നമ്മളൊക്കെ എല്ലാവരും കഴിച്ചു മതി. ഇന്നത്തെ വീഡിയോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. ഗൈസ്, ഇന്നത്തെ ഞാൻ ഇത്രയും കഴിച്ചു കഴിച്ചെടുത്തിട്ടുണ്ട്. എന്റേതാണ് ഒറ്റക്കട സാണ്ടിരിക്കുന്നത്. എന്നിട്ട് പകുതി നോക്കാലും ഞാൻ കഴിച്ച. അപ്പൊ ഗൈസ്, ചെയ്ത ഇതൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പതുക്കെ പറഞ്ഞു ഗൈസ്. പിന്നെ വേറെ സന്തോഷ വാർത്തയുണ്ട്. 713 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഇത്രയും എന്നെ ഇവിടം വരെ എത്തിച്ചത്. താങ്ക് യു ആൾ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ താങ്ക് യു ഫോർ സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. 1K അടിക്കുവാണെങ്കിൽ നമ്മൾ ഗൾഫിൽ പോയിട്ട് കേക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ കൊറേ ലൈക്ക് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് 1 ലക്ഷം അടിക്കും. അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടുവാണെങ്കിൽ കേക്കിന്റെ കൂമ്പാരം ഇങ്ങനെ 3-10 തിലയൊക്കെ ആയിരിക്കും മേടിച്ചു വെക്കുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ 1K എനിക്ക് അടിക്കുവാണെങ്കിൽ ഞങ്ങള് നാട്ടിൽ വെച്ച് നിങ്ങൾ നാട്ടിലല്ല ഗൾഫിൽ പോകും. നാട്ടിൽ വെച്ചിട്ട് നാട്ടിൽ വെച്ചിട്ട് 1K അടിച്ചാൽ ഞങ്ങള് സപ്പോർട്ടാ. ഞാൻ എന്റെ വക ഉറപ്പാ ഗൈസ്. നമ്മൾ ഗൾഫിൽ പോകും. ഞാൻ ഗൾഫിൽ പോകുന്ന ഒരു വീഡിയോ കാണും ഗൈസ്. പിന്നെ അവിടെ വെച്ച് കേക്ക് മുറി കാണും. എല്ലാവരുമായിട്ട് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം ഗൈസ്. അപ്പം ഹോപ്പ് യു ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എന്തോ പറയണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ കൊച്ചു പിള്ളേർ ഇങ്ങനെ ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ മറക്കരുത്. വേണ്ട, ഇതിപ്പോ ബെല്ലൈക്കണാ ഇങ്ങനെ അടിക്കണം. എപ്പോഴും യൂസ് ചെയ്യുന്ന അത് ഞാൻ കടിച്ച് അവൻ തീർത്തതാ. അതുകൊണ്ട് ബെല്ലൈക്കൺ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ അരച്ചിട്ട് നിങ്ങളെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കേ. സബ്സ്ക്രൈബ് നൗ. നമുക്ക് 1K അടിക്കണം. അപ്പത്തേക്ക് പൊളിക്കും ഗൈസ്.
1K അടിക്കുമ്പോൾ ദുബായ് ഇപ്പഴും ആവിട്ടില്ല. ദുബായിൽ നമ്മൾ പോകുന്ന എന്തായാലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ചലഞ്ച് ആയിട്ട് വരുവാണെങ്കിൽ 1K അടിക്കണം. 1K അടിച്ചാൽ 1K അടിക്കണമെങ്കിൽ 1K അടിച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനത്തെ ചലഞ്ച് എടുത്തോളൂ. ആര് പറഞ്ഞു? ഞാൻ അല്ല, അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അടവുകളാ. ഒരു അടി കൊടുത്തെങ്കിൽ കുറെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ്. പിന്നെ അതുമല്ലാതെ ഞാൻ ഗൾഫിൽ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് തരുമോ ഗൈസ്. നിങ്ങൾ 1K അടിക്കുമോ, 1K 2K ഒക്കെ ആവട്ടെ, അത്രയൊക്കെ അടിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പാവും ഗൈസ് പോവും. ഞങ്ങൾ എൻ്റെ ഫൈനൽ എക്സാം കഴിയുവാണെങ്കിൽ ഞാൻ പോകും. 1K എന്തായാലും ആ സമയത്ത് അടിക്കുവാണെങ്കിൽ പോവും. ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പ്. അപ്പോൾ ഗൈസ് ബൈ.